ഇന്ന് ലോകത്തിൽ പല മാതാപിതാക്കളും മക്കളെ ചൊല്ലി വിലപിക്കുന്നവരാണ്, കരയുന്നവരാണ്. അതിൻ്റെ കാരണം മറ്റാരോടും സ്വന്തം മക്കളുടെ കാര്യം ഷെയർ ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ്. അവർ വിങ്ങിപ്പൊട്ടുകയാണ്. എന്നാൽ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ബൈബിളിൽ സഖറിയാവിനോട് ദൈവം ദൂതൻ മുഖാന്തിരം അരുളി ചെയ്യുന്ന ഒരു പ്രവചനത്തെ കാണാൻ കഴിയും. സഖറിയാവിനോട് ദൂതൻ പറയുന്നത്, സഖറിയാവേ, നിനക്കൊരു മകൻ ജനിക്കാൻ പോകുന്നു, അവന് യോഹന്നാൻ എന്ന് പേരിടണം. ആ യോഹന്നാൻ കർത്താവിൻ്റെ മുൻപിൽ വലിയവനാകും. അവൻ വീഞ്ഞോ മദ്യമോ കുടിക്കുകയില്ല. അവൻ അവൻ്റെ അമ്മയുടെ ഉദരത്തിൽ വച്ചു തന്നെ പരിശുദ്ധാത്മാവിനാൽ നിറയും. ഇത് ദൈവം കൊടുക്കുന്നൊരു ഗ്യാരണ്ടിയാണ്. ആ ഗ്യാരണ്ടി എന്ന് പറയുന്നത് വീഞ്ഞ് കുടിക്കില്ല, മദ്യം തൊടില്ല, കുടിക്കില്ല. അപ്പോൾ വീഞ്ഞെന്ന് പറയുന്നത് ആ കാലഘട്ടത്തിൽ ഒരു പാപമായി കാണാൻ കഴിയില്ല. ആ കാലഘട്ടത്തിൽ വീഞ്ഞ് ആ കാലഘട്ട യഹൂദന്മാർക്കൊരു പ്രധാന വിരുന്നായിരുന്നു, അല്ലെങ്കിൽ പ്രധാന ഒരു മേഖലയായിരുന്നു ഈ വീഞ്ഞെന്ന് പറയുന്നത്. യേശു തന്നെ കാനാവിലെ കല്യാണ വീട്ടിൽ വീഞ്ഞ് തീർന്നപ്പോൾ ആ വീഞ്ഞ് പച്ചവെള്ളത്തെ വീഞ്ഞാക്കി മാറ്റിയതായി കാണാൻ കഴിയും. എന്നാൽ മദ്യം അങ്ങനെ അല്ലായിരുന്നു. അവിടെ പറയുന്നത് ഇത് രണ്ടും അവൻ കുടിക്കില്ല എന്ന് ദൈവം ഒരു ഗ്യാരണ്ടി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ പിന്നിൽ, ആ ഗ്യാരണ്ടിയുടെ പിന്നിൽ ദൈവം ചെയ്തൊരു അത്ഭുതം എന്ന് പറയുന്നത്, അമ്മയുടെ ഉദരത്തിൽ വച്ച് പരിശുദ്ധാത്മാവിനാൽ യോഹന്നാനെ നിറയ്ക്കുക എന്നുള്ളതാണ്. അപ്പോൾ ലോകം കാണുന്നതിന് മുമ്പേ, വീഞ്ഞ് കാണുന്നതിന് മുമ്പേ, മദ്യം കാണുന്നതിന് മുമ്പേ, ലോകമോഹങ്ങൾ വീണുപോകാതിരിക്കണമെങ്കിൽ ഈ യോഹന്നാനെ ദൈവം പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയാണ്. ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയ്ക്കുകയാണ്. ഗർഭത്തിൽ വെച്ച് പരിശുദ്ധാത്മാവ് കൊണ്ട് നിറഞ്ഞാൽ അവന് ഭയപ്പെടേണ്ട കാര്യമില്ല, അവൻ അതിൽ കുടുങ്ങിപ്പോകില്ല. ആത്മസാന്നിധ്യത്തിനകത്ത് അവൻ നിറയുകയാണ്. എന്നെ കേൾക്കുന്ന സഹോദരങ്ങളെ, നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങളുടെ ജീവിതത്തിൽ തലമുറകൾക്ക് കുഞ്ഞായിരിക്കുമ്പോൾ തന്നെ ആത്മസാന്നിധ്യത്തിൽ നിറയേണ്ടതിന്, പരിശുദ്ധാത്മാവിനാൽ നിറയ്ക്കപ്പെടേണ്ടതിന് ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ ദൈവത്തോട് പരിശുദ്ധാത്മാവിനാൽ നിറയുവാൻ പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധാത്മാവിൽ കൺട്രോൾ ചെയ്യപ്പെട്ടാൽ, പരിശുദ്ധാത്മാവിൽ അവർ നടക്കുവാനിടയായി തീർന്നാൽ നിങ്ങളുടെ ജീവിതകാലം നിങ്ങൾ ഭയപ്പെടേണ്ടി വരില്ല. പരിശുദ്ധാത്മാവിൻ്റെ കൺട്രോളിനകത്തായി തീരുവാനിടയായി